അങ്ങനെ ആ സീരീസും കണ്ടു തീർത്തു. നീ സീരിയലൊക്കെ കാണുമോ? സീരിയൽ അല്ല, വെബ് സീരീസ്. ഓ ഓ മനസ്സിലായി. ചേച്ചി അതിന് വെബ് സീരീസ് ഒക്കെ കാണുമോ? പിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ, ഞാൻ ഉറക്കം കളഞ്ഞു വരെ കണ്ടോണ്ടിരുന്നിട്ടുണ്ട്. ചേച്ചിയുടെ ഫേവറേറ്റ് സീരീസ് ഏതാ? മറിമായെ സൂപ്പർ അല്ലേ, എന്ത് രസം എന്നറിയാ കണ്ടോണ്ടിരിക്കാൻ. ചോദിക്കണ്ടായിരുന്നു, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നിനക്ക് പഴംപൊരി വേണോ? ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വേണോന്നോ? എന്നാ ചോദ്യാ, പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്ക്. ഉണ്ടാക്കാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പഴമില്ല. പഴമില്ലാതെ പഴംപൊരി ഉണ്ടാക്കാൻ നിങ്ങൾ ആരാ, മായാവിയോ? മായാവി ഒന്നുമല്ല, പക്ഷെ നീ ഒരു മായാവി ആകുവാണെങ്കിൽ നമുക്ക് പഴം കിട്ടും. അതെങ്ങനെ ഞാൻ വിചാരിച്ച പഴം കിട്ടുന്നേ? എടി, നിങ്ങളുടെ പറമ്പിന്റെ വടക്കേ മൂലയ്ക്ക് നിൽക്കുന്ന ആ വാഴയില്ലേ, അത് കൊലച്ച് നിൽക്കട്ടെ, നീ പോയിരുന്നൊരു പടലേക്ക് പറിച്ചോണ്ട് പോവാ. ദൈവമേ, അതെങ്ങനെ കണ്ട്? അത് പിള്ളേർക്ക് ഞാനൊരു ബൈനോക്കുലർ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അതിൽ കൂടെ നോക്കിയപ്പോ അമ്മ കണ്ടതാ. അറിയാതെ നോക്കിയത് കേട്ടോ, വേറെ നോക്കിയിട്ടൊന്നുമില്ല. ആർക്കറിയാ നീ ഉച്ചയ്ക്ക് കഴിച്ച കറി വരെ പറയുമോന്ന്? അതിന് നീ ഉച്ചയ്ക്ക് ചോറല്ലോ, ബിരിയാണി അല്ലേ കഴിച്ചത്? എന്റെ ദൈവമേ, ഈ അമ്മ നാണം കെടുത്തല്ലോ മനുഷ്യനെ. നീ പറഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ നല്ലത് പറച്ചിൽ നിർത്തിയത്. അപ്പൊ ഇങ്ങനെങ്കിലും എന്റെ സങ്കടം ഒന്ന് മാറിപ്പോട്ടെ. ഒന്നാരെ അമ്മയ്ക്ക് കല്യാണം മുടക്കുന്നൊരു പേരുണ്ട്, ഇനി ദൂരദർശനുള്ള പേരൂടെ വേണം. ഒന്ന് പോടി, കൊക്കെത്ര കുളം കെട്ടതാ. നേരത്തെ ഓമനാമ്മ എന്ത് പറഞ്ഞുണ്ടാക്കുമെന്നായിരുന്നു പേടി, ഇനിയിപ്പൊ എന്ത് കണ്ടു പറഞ്ഞുണ്ടാക്കുവോവാ. എടി, ഞാനിങ്ങനെ എന്നെ പേടിച്ച് നീ ഒരു ശരാശരി മലയാളി ആകരുത്. അതെന്താ ഈ ശരാശരി മലയാളി? അതറിയത്തില്ല? ഒരു ശരാശരി മലയാളിയുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയത്തില്ലേ? ജനിക്കുന്നു, നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നു, മരിക്കുന്നു, ശുഭം. അത് ഓമനാമ്മ പറഞ്ഞ സത്യം. എടി, ഞാനത് ചുമ്മാ രസത്തിന് അത് കിട്ടിയപ്പോൾ വാങ്ങിച്ചു നോക്കിയതാ. ഇനി ഞാൻ ഒന്നിനുമില്ല. അത് വെറുതെയാ, എന്തൊക്കെ മാറ്റിയാലും പൂർണ്ണമായിട്ടൊന്നും മാറാൻ പോകുന്നില്ല. ആ ചേച്ചി, അമ്മയോ? അമ്മ ഇവിടെ ഉണ്ട്, കൊടുക്കണോ? എന്താ ചേച്ചി, വല്ല വിശേഷമുണ്ടോ? ആ ശരി ശരി, കൊടുക്കാവേ. അമ്മേ, നമ്മുടെ രത്നമ്മ ചേച്ചിയുടെ മോക്ക് ആ പത്മിനി ചേച്ചിയുടെ മോനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു. ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന, ദൈവത്തെ ഓർത്താമ്മ ഒന്നും പറഞ്ഞു കൊടുക്കരുത്. എന്നാ ഉണ്ട് വിശേഷം? എനിക്കറിയത്തില്ലടി, നീ വേറെ ആരെങ്കിലും തിരക്ക്. അറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം രാത്രി അവൻ കള്ളും കുടിച്ച് എന്നെ വന്ന് തെറി പറയാൻ.